ഇന്ത്യ മഹാരാജ്യത്തെ സ്ത്രീകളുടെ സിന്ദൂരം മായ്ച്ചവർക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശക്തമായ മറുപടി നൽകിയെന്ന് ശശി തരൂർ MP. ഓപ്പറേഷൻ സിന്ദൂർ അനിവാര്യമായ ഒന്നായിരുന്നുവെന്നും പ്രധാനമന്ത്രി അത് വളരെ വ്യക്തമായി തന്നെ നടപ്പാക്കിയെന്നും അദ്ദേഹം പറഞ്ഞു. നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചത് എന്ന് മോദിയോട് പറയൂ എന്നാണ് ഭീകരർ ഒരു സ്ത്രീയോട് പറഞ്ഞത്. ഭീകരതയ്ക്ക് ഇന്ത്യ എന്തു മറുപടി നൽകുമെന്ന് ഇതോടെ വ്യക്തമായി എന്നും MP സൂചിപ്പിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഗ്ലോബൽ ഔട്ട്റീച്ച് മിഷന് നേതൃത്വം നൽകി പ്രതിനിധി സംഘത്തിനൊപ്പം പനാമയിലെത്തിയപ്പോഴാണ് തരൂരിൻ്റെ ഈ ശക്തമായ പ്രതികരണം. പനാമ അസംബ്ലി പ്രസിഡന്റ് ഡാന കസ്റ്റനേഡ ഉൾപ്പെടെയുള്ള പാർലമെന്റ് അംഗങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. നേതാക്കളെല്ലാം വ്യത്യസ്ത രാഷ്ട്രീയ പശ്ചാത്തലത്തിലുള്ളവരാണെങ്കിലും രാജ്യ താൽപ്പര്യത്തിന് വേണ്ടി ഒരുമിച്ച് നിൽക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഏപ്രിൽ 22 നടന്ന പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിലുള്ളവർക്കെതിരെ പാകിസ്ഥാൻ സർക്കാർ എന്തെങ്കിലും നടപടിയെടുക്കുമെന്ന് കാത്തിരുന്നതിന് ശേഷമാണ് ഇന്ത്യ മെയ് 7 ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചതെന്നും ശശി തരൂർ കൂട്ടിച്ചേർത്തു. ഓപ്പറേഷൻ സിന്ദൂർ വളരെ അനിവാര്യമായ ഒരു ഓപ്പറേഷൻ ആയിരുന്നു. പ്രധാനമന്ത്രി തന്നെ ഇത് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യയെ തൊട്ട് കളിച്ചാൽ വലിയ വില നൽകേണ്ടി വരുമെന്ന് ഭീകരർക്ക് മനസ്സിലായ വർഷങ്ങളാണ് കടന്നുപോയത്. കാർഗിൽ യുദ്ധസമയത്ത് പോലും ഞങ്ങൾ നിയന്ത്രണ രേഖ കടന്നിരുന്നില്ല. 2015 നിയന്ത്രണ രേഖ ഞങ്ങൾ ലംഘിച്ച് ഉറിയിൽ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയത്. 2019 ജനുവരിയിൽ നിയന്ത്രണ രേഖ മാത്രമല്ല, അന്താരാഷ്ട്ര അതിർത്തിയും കടന്ന് അതിനപ്പുറവും കടന്നാണ് പാകിസ്ഥാൻ്റെ 9 ഭീകരവാദ കേന്ദ്രങ്ങൾ ഞങ്ങൾ ആക്രമിച്ചത്. പനാമ അസംബ്ലി പ്രസിഡന്റ് ഡാന കാസ്റ്റനേഡയും സംഘവുമായുള്ള കൂടിക്കാഴ്ചയിൽ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ സ്വീകരിച്ച നടപടികൾ അദ്ദേഹം വിശദീകരിച്ചു കൊടുക്കുകയുണ്ടായി. അതിർത്തി കടന്നുള്ള ഭീകരത ഇന്ത്യ ഒരു കാലത്തും അനുവദിക്കില്ലെന്നും കുറ്റവാളികൾക്കെതിരെ ശക്തമായ നടപടി തുടരുമെന്നും ശശി തരൂർ വ്യക്തമാക്കി കൊടുത്തു. സത്യത്തിൽ ഒരു യുദ്ധം ആരംഭിക്കാൻ നമുക്ക് ഒരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. എന്നാൽ ആ ഭീകരപ്രവർത്തനം ശിക്ഷിക്കപ്പെടാതെ പോകരുതെന്ന് ഞങ്ങൾക്ക് തോന്നി, ശശി തരൂർ പറയുന്നു. ഭീകരവാദികളെ തിരിച്ചറിയുന്നതിനും വിചാരണ ചെയ്യുന്നതിനും പനാമ ഇന്ത്യയെ സഹായിക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥനയും ചെയ്തു. വേദനയും മുറിവുകളും നഷ്ടങ്ങളും സഹിക്കുന്നത് ഇനി മുതൽ സ്വീകാര്യമല്ലെന്നും ശശി തരൂർ MP മുൻകൂട്ടി വ്യക്തമാക്കി. പാകിസ്ഥാന് നോവുന്ന കേന്ദ്രങ്ങൾ മാത്രം ലക്ഷ്യം വെച്ച് അവരെ തീർക്കാൻ ഞങ്ങൾക്കറിയാം. അവരത് മനസ്സിലാക്കി. അല്ലാതെ പാകിസ്ഥാൻ തിരിച്ചടിക്കുന്ന പോലെ പാവപ്പെട്ട ജനങ്ങളെ ബലിയാടാക്കുന്നത് ഞങ്ങളുടെ തന്ത്രമല്ല.